എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനീവയിലാണ്. ജനീവയിലെ ആ ചർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള ഏതാനും ചില റിപ്പോർട്ടുകളുടെ ഭാഗമായി പറയുകയാണെങ്കിൽ, ഇറാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലാണ് പുറത്തുവിട്ടത്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ മലയാളം ഇങ്ങനെ വായിക്കാൻ പറ്റും: ഇറാൻ US ചർച്ചകൾ സൃഷ്ടിപരമായ മനോഭാവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ചർച്ചയിൽ മുന്നോട്ട് പോകുന്നതിനും അതേപോലെ നീതിയുക്തമായ ഒരു കരാർ ഉറപ്പാക്കുന്നതിനുമായി നൂതന ആശയങ്ങളോടും പരിഹാരങ്ങളോടും ഇരുപക്ഷവും അഭൂതപൂർവമായിട്ടുള്ള തുറന്ന സമീപനം സ്വീകരിച്ചു വരികയാണ് എന്ന് ഈ ഒമാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നിറക്കിയ പ്രസ്താവനയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാൻ്റെ എല്ലാവിധ ഡിമാൻഡ്സുകളും അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അമേരിക്കയ്ക്ക് ഇനി അതല്ലാതെ വഴിയില്ല. അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. അമേരിക്കയ്ക്ക് 100 ചില്ലറ വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ആ കപ്പലുകളൊക്കെ ഇറാൻ്റെ എല്ലാ ഭാഗത്തും അണിനിരത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് മനോധൈര്യം ഇല്ല എന്ന ഒരു വിഷയം അമേരിക്കയ്ക്ക് വല്ലാതെ പിടികൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ചയാകാം. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് ഇനി മുതൽ അങ്ങനെ ഒരു ലോക പോലീസൊന്നും ഇല്ല എന്ന് ഇറാൻ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇറാൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ്സുകളൊക്കെ അമേരിക്ക തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ആ ചർച്ച കംപ്ലീറ്റ് ആയിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഏകദേശം ധാരണയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ചർച്ച ഫലം കാണുമെന്നാണ്. പക്ഷേ ആ ഫലം കാണുമെന്നെടുത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഇവരുടെ ഏറ്റവും വലിയ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ നേർക്ക് നേരെ പോരാടി ജയിക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ ചതിയിലൂടെ പ്രയോഗം നടത്തി എന്തെങ്കിലും ഒരു സ്ലോ പോഴ്സണോ ബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുത്തിട്ട് ആ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്. ഇത് തന്നെയാണ് സൈനിസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഡയറക്റ്റ് പോരാടിയാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു അസറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് ഒരു നിയമോപദേശം അല്ലെങ്കിൽ സാരോപദേശം കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ ഇവരുടെ എല്ലാ ഡിമാൻഡ്സുകളും, അത്യാധുനികമായിട്ടുള്ള എല്ലാ ഡിമാൻഡ്സുകളും അംഗീകരിക്കാൻ പാകത്തിൽ ചർച്ച മുന്നോട്ട് പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തയുമായി അറിയുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാം. എന്താണെങ്കിലും പുതിയ ഈ ചർച്ചയുമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന വിവരം നിങ്ങൾക്ക് ടൈമും സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഒരു വൈകുന്നേര സമയത്ത് പുറത്തേക്ക് ഇറക്കിയ പ്രസ്താവനയിലാണ് ഈ പറയുന്നത്. സുഖമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഏറെക്കുറെ എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പറഞ്ഞു വെക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ചർച്ചയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് സജീവമായ സൈനിക നീക്കങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ചടുല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ തൊട്ട് പിന്നാലെ ചെയ്യാം. കാരണം ഈ രണ്ടും കൂടി ഒരുമിച്ച് ഇത് കൺഫ്യൂഷൻ ആകേണ്ട. എന്താണെങ്കിലും നയതന്ത്രപരമായിട്ട് അവർ ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒമാൻ്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. എന്താണെങ്കിലും പുതിയ വിവരവുമായിട്ട് നമുക്ക് കാത്തിരിക്കാം. വിശേഷങ്ങളൊക്കെ നന്നാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.